எதுக்கு சார்? நான் கிளம்பிக்கிட்டு இருக்கோம். செக்கிங் பண்ணிக்க சார். சார் வீடியோ ரெக்கார்ட் பண்ணிக்கிட்டு இருக்கோம் சார். ഏയ് സാർ ലാസ്റ്റ് ഓനിൻ്റെ 50 റുപ്യ കൈക്കൂലി വാങ്ങിട്ടോ നോണ്ടിക്ക് അത് കഴിഞ്ഞിട്ട് അവിടേക്കൊക്കെ ഉണ്ടാവും ഓരോരൊക്കെ ലൈഫ് എന്തേക്കാരം. ഹായ് ചങ്ങന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സേലത്ത് നിന്നും അടുത്തൊരു പുലർക്കാലവേളയിലാണ് ഞാനിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഈ കിടന്നത് ഈ ഒരു ചർച്ചിൻ്റെ അടുത്തായിരുന്നു. വണ്ടി അവിടെ അല്ലേ? വണ്ടിയൊന്നും ഇവിടെ കാണാനുണ്ടാവില്ല. അതാണ് നമ്മുടെ മെയിൻ റോഡ്. അപ്പോൾ ഞാൻ വണ്ടി ഏതാണ്ട് ആ സൈഡിലാണ്. ഞാനപ്പോൾ ഇവിടുന്ന് ഇനി പോകാൻ വേണ്ടി പോകുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടുത്തെ ഏതാണ്ടൊരു 1500ഓളം മീറ്റർ ഹൈറ്റുള്ള ഒരു മലയിലേക്കാണ് വണ്ടിയായിട്ട് പോകുന്നത്. ഇതൊരു മൊത്തത്തിൽ ഒരു ക്രിസ്ത്യൻ കോളനിയാണ്, അല്ലെങ്കിൽ വില്ലേജാണ് കേട്ടോ. ക്രിസ്ത്യൻ വില്ലേജാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇന്നലെ അവർ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അത് ഇവിടുത്തെ ഈ വില്ലേജിലെ ആളുകൾ തന്നെയാണ് നമ്മോട് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റീഫ് എന്ന് പറയുന്ന ഏട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്, ഈ പച്ചപ്പിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മോട് ഇവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞത്. അതുപോലെ തന്നെ ആ വീട്ടിലെ ഏട്ടുണ്ട്, അദ്ദേഹമാണ് ഫസ്റ്റ് നമ്മോട് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമ്മുടെ അവിടെ ബെഡ് വിരിച്ച് വേണമെങ്കിൽ കിടക്കാമായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വണ്ടിയിൽ അതിനുള്ള സൗകര്യമുണ്ട്, ഞാൻ വണ്ടി തന്നെ കിടന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ രാവിലെ സമയം 6:20 ഇന്നും നേരത്തെ എണീറ്റുണ്ട് കേട്ടോ. 5:30 എണീറ്റുണ്ട്. 5:30 എണീറ്റ് വണ്ടീൻ്റെ ഗ്ലാസ്സൊക്കെ കഴുകി ബെഡൊക്കെ മടക്കി വെച്ച് ബ്രഷ് ചെയ്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അത് നിർത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏടായിൽ കിടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും വലിയൊരു ചൂടൊന്നും രാത്രിയിൽ അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. അതായത് ഞാനിനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇതിലൊരു ഗ്രാമം വഴി, നമുക്ക് 2 വഴിയാണ് പോകുന്നത്. ഏർക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ ഏർക്കാട്ടിലേക്ക് നമുക്ക് 2 വഴികളുണ്ട്. 2 വഴികളെന്ന് പറയുമ്പോൾ ഒന്ന് സേലത്ത് നിന്ന് കയറി വരുന്നത്, അത് ചുരം കയറിയിട്ട് അങ്ങനെ വരണം. അത് ഞാൻ സ്കിപ്പ് ചെയ്തു. ചുരം കയറല്ലേ, നമുക്ക് വെറുതെ വണ്ടിക്ക് പൊന്നെടുക്കണ്ടെന്ന് കരുതി. നമ്മുടെ കുട്ടനല്ലെങ്കിൽ കുറച്ച് ക്ഷീണിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചില ടൈമിൽ. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിൽ ഒരു ഗ്രാമങ്ങളിലൂടെ അങ്ങനെ പോയിട്ട് ഈ മല കയറാൻ വേണ്ടിയിട്ട് പറ്റും. അത്ര കണ്ട് എന്താ പറയുക, ടൈറ്റല്ല ആ ചുരം. ഞാനിതിലെ കയറിയിട്ട് അതിലെങ്ങനെ സ്ഥലത്തേക്ക് ഇറങ്ങാമെന്നാണ് കരുതുന്നത്. ശരിക്ക് നമ്മൾ ടൈറ്റായിട്ടുള്ള കയറ്റങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് നമ്മുടെ വണ്ടി സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യണം, ഗിയറിൽ തങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങാം. കയറുന്നത് പോലെയല്ലോ, ഇറങ്ങിപ്പോരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും മറക്കരുത്. നിങ്ങൾക്കൊന്നും എഴുതാനില്ലെങ്കിൽ ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്തണം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് സുക്കാംപട്ടി എന്നാണ്. സുക്കാംപട്ടി എന്നാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ കേട്ടോ. സുക്കാംപട്ടിയിൽ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ക്രിസ്ത്യൻസ് ഏരിയ ആണ്. ഇവരിവിടെ ഒരു അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ ഇപ്പം നമ്മളെ വണ്ടി നിർത്തിയ ഏരിയയിൽ ഒരു 15 വീടോളം ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മളിപ്പോൾ ഇനി പോകുന്ന വഴിയിലായിട്ട് ഒരു 10 വീടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് സൈഡിൽ ഒരു ഒഴിഞ്ഞ പറമ്പ് കിടക്കുന്നുണ്ട്. ആ പറമ്പും കഴിഞ്ഞ് പോയാലൊരു മലയാണ്. ആ ഒരു മലമ്മൽ ഒരു 13 വീടുണ്ട്. 13 തോന്നുന്നു പറഞ്ഞു, 13-12 വീടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും പേരാണ് അവരിവിടെ ഉള്ളത്. അവരുടെ ചർച്ചാണത്. ഇവിടേക്ക് ഞായറാഴ്ചകളിലൊക്കെ സേലത്തു നിന്നാണ് എന്താ പറയാ അച്ഛന്മാരൊക്കെ വരാറ് എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. ഈ മെയിൻ റോഡിൽ നമുക്ക് വല്ലാതൊന്നും പോകാമല്ലോ കേട്ടോ. ഇത് ഇന്നലെ ഞാൻ കാണിച്ചു തന്ന റൂട്ട് തന്നെയാണ്. ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു കുറച്ച് ഭാഗമൊക്കെ. മെയിനായിട്ട് ഇവിടെ ഈ ഒരു ഭാഗങ്ങളിൽ എവിടെ വീടുകളിൽ ടോയ്ലറ്റ് ഇല്ല ഉള്ളത് പറയാമല്ലോ. ടോയ്ലറ്റ് ഇല്ല. രാവിലെ എണീറ്റാൽ നമ്മൾ കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അത് മുതിർന്നവരടക്കം കുട്ടികളടക്കം ഉള്ള കാഴ്ചകളാണ്. അപ്പൊ ഈ ഒരു കാഴ്ചകൾ ഞാൻ ഒരിക്കലും ഈ ഒരു ടൈമിൽ ഗ്രാമങ്ങളിൽ കയറാൻ വേണ്ടി പാടില്ല. കാരണം അവരുടെ എന്താ പറയാ, ആ ഒരു പ്രൈവസി ഞാൻ നഷ്ടപ്പെടുത്തും. അതിന് പാടില്ലല്ലോ. പിന്നെ അവർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ ആ നേരത്തെ കയറി ചെല്ലുണ്ടോ. ഇവിടെ 6:30 ആയിട്ടുള്ളല്ലോ, ഇപ്പൊ 6:35 പക്ഷെങ്കിൽ നല്ല സൂര്യനെ കുതിച്ച് നല്ല പ്രകാശമൊക്കെ വന്ന് തുടങ്ങി. ടൈറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മണി ആ റേഞ്ചിൽ തന്നെ ഇവിടെ വെളിച്ചമുണ്ട് എന്നുള്ളതാണ്.
രാവിലെ ആ ഒരു നമ്മളുടെ അവിടെ ഉള്ള പോലെ നല്ല ഒരു ഇരുടുണ്ടല്ലോ, ആ ഇരുടൊന്നുമില്ല. അപ്പൊ തന്നെ ലൈറ്റ് ആയിട്ടുള്ള വെളിച്ചമുണ്ട്. ഇത് കുപ്പന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. ഇവിടെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ടൗൺ ആണ്, ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ടൗൺ ആണ്. നമ്മൾ ഈ റൂട്ടിന് തിരിയും കേട്ടോ. ഈ റോഡാണ് നമ്മളുടെ ഏർക്കാട് റോഡ്, മെയിൻ റോഡ് തന്നെയാണ്. ഈ ഏർക്കാടിന്റെ പ്രധാനമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അതുപോലെ തന്നെ കൃഷിയും. ടൂറിസവും കൃഷിയുമാണ് അവരുടെ പ്രധാന വരുമാനം. അവർ കാര്യമായിട്ട് കൃഷി ചെയ്യുന്നത് കാപ്പി, ഓറഞ്ച്, ചക്ക, പേര, കുരുമുളക്, ഏലം എന്നിവയൊക്കെയാണ് പ്രധാന വിളകൾ. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണത്, എനിക്കറിയില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ലേ, ഇവിടെ നിർത്തണം ആവൻ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഓൾ വെഹിക്കിൾ ഫോർ ചെക്ക് പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ആരെയും കാണാനില്ല. നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിക്കുന്നത് നമുക്കൊരു തെളിവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് നിന്നത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് അനുഭവമുള്ളതല്ലേ. ഇപ്പോൾ നമ്മൾ അറുന്നൂത്തുമല ഇന്നലെ പോയ സ്ഥലത്തൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. ഏതായാലും ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ആരും കണ്ടില്ല, അത് നോക്കണ്ട, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒന്നും റോഡ് വലിയ മോശമൊന്നും കാണാനല്ല, ഓക്കെയാണ്. ഒരു ചെറിയൊരു കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ എന്തായാലും ഉണ്ടാവേ. റോഡും തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത വീതിയൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. ഏതാണ്ടൊക്കെ ചെറിയ രീതിയിൽ രാവിലെ പുലർച്ചെ ടൈമിൽ, ഈ ഒരു ടൈമുകളിലൊക്കെ ഒരു ഊട്ടി, കൊടൈക്കനാൽ ആ ഒരു വൈബ് തരുന്ന ഒരു ഏരിയ ആണ്. ഈ നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നട്ടുച്ചയ്ക്കൊന്നും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലുള്ളത് പോലെ കൊടൈക്കനാലിലുള്ള പോലെ ഒന്നുള്ള ക്ലൈമറ്റ് അല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളവിടെ ചെല്ലുമല്ലേ, നമ്മളവിടെ നേരത്തെ ഇറങ്ങണേ. നമുക്ക് ഇത് ജസ്റ്റ് റോഡ് ട്രിപ്പ് മാത്രമാണ്. ഞാൻ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഞാൻ കയറൂല. ഞാൻ അങ്ങനെ തന്നെ ഇങ്ങോട്ട് കയറിയിട്ട് അത് ഏരിയ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോരും. അത് അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ സംഭവിക്കുക. ഞാൻ അവിടെ ഈ പറഞ്ഞ മാതിരി പാർക്കോ, വ്യൂ പോയിന്റോ, ബൊട്ടാണിക്കൽ ഗാർഡനോ, തടാകമോ ഒന്നും ഞാൻ പോകണമെന്ന് കരുതുന്നില്ല. ഇനി സാഹചര്യം വെച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്നാണെങ്കിൽ പോകണമെങ്കിൽ പോവാം, അത്രേ ഉള്ളൂ. നല്ല മുളക്കാടാട്ടോ, രണ്ട് സൈഡിൽ നല്ല മുളയാണ്. പടുക്കൂറ്റ മുളയല്ല, മുള കാടായിട്ട് നിൽക്കുന്നുള്ളൂ, വലുതായി വരുന്നുള്ളൂ മുളയൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ചെടികൾ എന്നൊക്കെ പറയുന്നത് അപ്പ ഉണ്ടല്ലോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വച്ച, പിന്നെ ഉള്ളത് മുളയാണ്. പിന്നെ പുളിമരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. പിന്നെ കാട്ടിലുള്ള മറ്റു ചില വ്യത്യസ്തമായിട്ടുള്ള ചെടികളുണ്ട്, മുൾക്കാടുണ്ട്. അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മള് ഫുള്ളായിട്ട് കാടിനകത്തായി. ഇപ്പൊ നമ്മളുടെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കാടിനകത്ത് കൂടെ ഇങ്ങനെ പോകുന്ന പോലെയാണ്. നെറ്റ്വർക്ക് ശോഭമൊന്നുമല്ല, നെറ്റ്വർക്ക് ഉണ്ട്. എൻ്റെ കയ്യിൽ ജിയോ അതുപോലെ എയർടെലും ആണുള്ളത്. ഈ രണ്ട് സിമ്മിനൂടെ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഏർക്കാട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നതുപോലെ ഈ വഴിയിലൂടെ കയറാൻ നിൽക്കരുത്. നിങ്ങൾ കയറേണ്ടത് സേലത്ത് നിന്നാണ്. സേലത്ത് നിന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് നല്ല എയർ ഫണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ടൈറ്റ് ചോരമായിരിക്കും. അപ്പോൾ ബൈക്കായിട്ടും കാറായിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. ബൈക്ക് റൈഡേഴ്സിനാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. അവർക്കായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക, രസമായിട്ട് കിട്ടുക. അതങ്ങനെയാണല്ലോ, ബൈക്കിന് പോരുമ്പോഴുള്ള ഫീല് വേറെ തന്നെയല്ലേ. അഡ്വഞ്ചർ ഒന്നും അല്ല, അത്ര വലിയ സംഭവമൊന്നുമല്ല. അത് ആടിനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ, മടിയിൽ വെച്ചാണ്ട്. അവർ ബൈക്കുമ്പോൾ എന്തും കൊണ്ടുപോകും. നമ്മളവിടെ വീട്ടുകാർക്ക് തന്നെ പോകാൻ പറ്റില്ല, അപ്പൊ അത് പോലീസുകാർ പിടിക്കും. നല്ല മലനിരകളുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ ഒരു കുറച്ച് ഭാഗം കയറിയപ്പോൾ തന്നെ കിട്ടുന്നത്. അതിസുന്ദരമായ കാഴ്ചയാണ്. സൂര്യപ്രകാശമൊക്കെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നല്ല വ്യൂ ഉണ്ട് അവിടെ. അതായത് ഇവിടെ കാണാനുള്ളത് ഒന്ന് പട്ടണത്തിന്റെ മധ്യഭാഗത്തായിട്ട് പ്രകൃതിദത്ത തടാകമാണ് ഏറെ പ്രധാനമുള്ള ഒന്നെന്ന് പറയുന്നത്. പിന്നെ അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. പിന്നെ ഒരു മാൻ പാർക്ക്, കരടി ഗുഹ, കിളിയൂർ വെള്ളച്ചാട്ടം, റോസ് ഗാർഡൻ, വിവിധ വ്യൂ പോയിന്റുകൾ, പിന്നെ സെന്റ് മരിയൻ ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതില് നമ്മളേതിലൊക്കെ പോയിച്ച് എനിക്കറിയില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ പോവാം. ഇവിടെ കണ്ടോ വണ്ടികളൊക്കെ നിർത്താനും ഒന്ന് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു കാടും ഈ ഒരു അന്തരീക്ഷം ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന അതിന് പറ്റുന്ന ഒരു സ്പോട്ട് ഇവിടെ തയ്യാറാണ്. പിന്നെ ഏർക്കാടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏർക്കാട് തടാകത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ സെന്റ് മരിയൻ കുന്നുകളിലെ ഒരു പുരാതന ആരാധനാലയത്തിന് സമീപം ശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
1820-കളിൽ സേലം ജില്ലയിലെ കളക്ടറായിരുന്ന MT കൊക്ബോൺ, അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയാം, കൊക്ബോൺ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കാപ്പിത്തോട്ടങ്ങളും, അതായത് കാപ്പിയുടെ വിത്തുകളൊക്കെ സ്ട്രെസ് തൈകളും സ്ഥാപിച്ച് സൗകര്യമായി. പിന്നീട് 1842 മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്ന എന്താ പറയാ തോമസ് മൺറോ ഇത് കണ്ടെത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കിയത്, ജനപ്രിയമാക്കി മാറ്റിയത് അദ്ദേഹമാണ് കേട്ടോ. പർവ്വതങ്ങളിൽ നിന്നും പർവ്വതങ്ങളിലേക്കാണ് നമ്മളുടെ സഞ്ചാരം. അതിന്റെ ഇടയിലൂടെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ കൂടെയാണ് യാത്ര പോകുന്നത്. എല്ലാവരും ചോദിക്കും, എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് ചോദിക്കും ഒറ്റയ്ക്കായിട്ട് എന്തെങ്കിലും ചടപ്പുണ്ടോ മടുപ്പുണ്ടോ. അതുപോലെ എൻ്റെ വൈഫ് ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചാണ്ട് ചോദിക്കും ഒറ്റയ്ക്കായിട്ട് എങ്ങനെ. പക്ഷെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കറിയാതെ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ എന്നോട് തന്നെ കൂടുതൽ സംസാരിക്കും. ഞാൻ എന്നോട് തന്നെ എൻ്റെ കൂടെ തന്നെ പാട്ട് പാടും. എൻ്റെ കൂടെ തന്നെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഞാനുമായിട്ട് ചർച്ച ചെയ്യും. ഞാൻ തന്നെയാണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു മടുപ്പോ ചടുപ്പോ അല്ല, ഒന്നിലേറെ ഇഷ്ടപ്പെട്ടിട്ട്, ഇത് കഷ്ടപ്പെട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊരു ജോലിയായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ജോലിയാണോ? അല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് യാത്ര പോകുന്നേക്കുവാണ്. ഇതിലെന്താണ് എനിക്ക് മടുക്കാനുള്ളത്? എന്റെ തീരുമാനമാണ്, എന്റെ തീരുമാനം എന്റെ വിധിയാണ്. എന്റെ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. ടാറ്റോ അല്ല ഇതിലെ പോകുമ്പോ, പക്ഷെ എന്നാലും നമ്മൾ സെക്കൻഡ് ഗിയറിലാണ്. അതുപോലെ തന്നെ നല്ല കാട് ആംബിയൻസ് ആണ്, നല്ല കാട് പച്ച നിറഞ്ഞു കിടക്കുവാണ്, കട്ടും പച്ചയായിട്ട് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പച്ച കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ഇത് മുനിയപ്പൻ കോവിലിൽ എത്തി നമ്മൾ. മുനിയപ്പൻ കോവിൽ എന്ന് പറയുന്നത് ഇതാണ് മുനിയപ്പൻ കോവില്. അതായത് മുനിയപ്പൻ കോവിലിൽ ഒരു ചെറിയൊരു നീരുറവയുണ്ട്. ആ ഉറവ ഒരു ടാങ്ക് പോലെ അവർ കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയിട്ട് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ കോവിലിനകത്തേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഇവിടെ സ്റ്റെപ്പുകളാണ്. ഞാനിവിടെ തന്നെ എൻ്റെ ചെരുപ്പുകൾ ഊരുകയാണ്. എവിടെയാണ് ഊരേണ്ട സ്ഥലമൊന്നും ഇല്ലല്ലോ, നമ്മളെവിടെ ഊരിയാലും കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് എന്താ പറയുക സാങ്കല്പിക ചിത്രങ്ങളൊക്കെ ശിലകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പൂക്കളൊക്കെ ചൂടി അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ നല്ല കാടാണ്. പിന്നെ ഇതാണ് മുനിയപ്പൻ അല്ലേ, മുനിയപ്പൻ ഇതാണ് വലിയ വാളൊക്കെ കൊണ്ട് ഒരു വല്ലാത്തൊരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ആൾ കുറച്ച് എന്താ പറയുക ഗൗരവത്തിലാണ്. അതുപോലെ തന്നെ മണിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഒരു മണിയൊക്കെ അടിക്കാം നമുക്ക്. ഓക്കെ, വലത്തെ കൈ കൊണ്ടിരിച്ചില്ല. ഓക്കെ, മതി. പിന്നെ ഇവിടെ പൂജ ചെയ്യാനൊന്നും ആളുകളൊന്നും കാണാനില്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷെഡിൽ എന്താ പറയുക അടുപ്പ് കാര്യമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഇവിടെ എൻ്റെ ഒരു ചില്ലറ പൂജ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ടാവാം എന്നാണ് കരുതുന്നത്. നമ്മളുടെ വണ്ടി അവിടെ കിടക്കുന്നത്, നമ്മൾ പോകേണ്ട വഴിയാണ്, നമ്മൾ വന്ന വഴിയാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്, തിക്നെസ് കാടാണ്. ആ ചെക്കൻ നമ്മളെ നല്ല നോട്ടം. ആരടാ അവിടെ വ്ളോഗൊക്കെ ചെയ്യണേ? ഞാൻ പറഞ്ഞില്ല ഇവിടെ കാപ്പിത്തോട്ടം ഉണ്ടെന്ന്. ഇത് കാപ്പിത്തോട്ടമാണ്, അതിലൊക്കെ കാപ്പിക്കുരുണ്ട്. കാപ്പി എസ്റ്റേറ്റ് ആട്ടോ, അതിലങ്ങോട്ട് മേലൊക്കെ അങ്ങോട്ട് കാപ്പി എസ്റ്റേറ്റ് ആണ്. അതിലൊക്കെ കാപ്പിക്കുരുകളുണ്ട്. പച്ചയാണ്, ചെറുതാണ്, വലിയ വലുപ്പമൊന്നുമില്ല. കുറച്ച് ദൂരം കയറി അങ്ങനെ പോകുന്നു. ഇവിടേക്ക് വന്നപ്പോഴേക്ക് തണുപ്പുണ്ട് നല്ല രീതിയിൽ. നല്ല രീതിയിൽ പറഞ്ഞാൽ കൊടും തണുപ്പല്ല, വിറയലോട് കൂടിയിട്ടുള്ള തണുപ്പല്ല പറയുന്നത്. പക്ഷേങ്കിൽ നമുക്കിതിലെങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്ന നല്ലൊരു തണുപ്പ്, നല്ല സുഖകരമായിട്ടുള്ളൊരു തണുപ്പ്. പിന്നെ രാവിലെ അല്ലേ, രാവിലെ ഇപ്പൊ സമയം 7:30 ആയിട്ടുള്ളൂ, 7:35. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പർവ്വതമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ കടിഞ്ഞിട്ടതാണ്. പക്ഷെ അതിന്റെ ചോട്ടിലായിട്ട് ഈ പറഞ്ഞ മാതിരി കാപ്പി കൃഷി ചെയ്തിട്ടുണ്ട്. കാപ്പിത്തോട്ടമാണ്. അതൊക്കെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാവാം അതിന്റെ ചില്ലകളൊക്കെ വെട്ടി തെളിച്ചിട്ടുള്ളത്. കോട്ടച്ചേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാട് ആംബിയൻസ് ഒക്കെ തീർന്ന് കുറച്ച് ബിൽഡിങ്ങുകളും വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഗ്രാമമാണോന്ന് അറിയില്ല. നമ്മളുടെ താഴത്തുള്ളത് പോലെയുള്ള ഗ്രാമങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കാര്യം. വളരെ ഉള്ളതാണ് ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഒന്നും നമ്മൾക്ക് വേണ്ട രീതിയിലൊന്നും ഇല്ല. എനിക്ക് വേണ്ടത് ഇവിടെ നല്ല എന്താ പറയാ ചന്ദനത്തിന് മണമുണ്ട്, ചന്ദനത്തിന് മണമുണ്ട്. മക്കളെ നല്ല ചന്ദനത്തിന് മണം. ഇനി താഴത്തേക്ക് ഇറങ്ങും ഈശ്വര. ഏർക്കാട് നേരെ, അപ്പൊ അതിലെ പോയാലും എടുക്കാം. ഏർക്കാട് നേരെ പോട്ടെ, നമ്മളെ ഏർക്കാട് നേരെ. ഇതൊക്കെ കാപ്പിത്തോട്ടം കേട്ടോ, ഫുള്ളായിട്ട് ഈ സൈഡ് ആ സൈഡൊക്കെ കാണുന്നത് ആ കടും പച്ചയായിട്ട് കാണുന്ന ആ ചെടി ഉണ്ടല്ലോ, കാപ്പിത്തോട്ടമാണ്.
കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെ ആണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വൻ വൃക്ഷങ്ങളുണ്ട്, കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. വൻ വൃക്ഷങ്ങളാണ് ധാരാളമായിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഏത് ടൈപ്പ് മരമാണെന്നുള്ളത് അറിയില്ല. നല്ല നീളമുണ്ട്. ഇതൊക്കെ ഈ തണുപ്പിലുണ്ടാകുന്ന ടൈപ്പ് മരമാണ്. ഈ ഭാഗത്തുണ്ടെങ്കിൽ എന്താ ഒരു ലുക്ക് കാണാൻ. കുരുമുളകാണ്, കാപ്പിയും കുരുമുളകുമാണുള്ളത്. ആ ഇലയിലൊക്കെ നല്ല മഞ്ഞ് കിടക്കുന്നുണ്ട്. മഞ്ഞ് കിടക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിലും പോലത്തെ മഞ്ഞ് കിടക്കലല്ല. ആ ഇലക്കൊരു ചെറിയൊരു കളർ വ്യത്യാസം, അത്ര മാത്രമേ ഉള്ളൂ. വല്ലാത്തൊരു ഏരിയ കേട്ടോ. ഒരു ഇരുട്ട്, ഭയങ്കര ഇരുട്ട്, നല്ല തണുപ്പ്. എന്താ പറയാ, എല്ലാ മരങ്ങളിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന, കാപ്പിത്തോട്ടം ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആരുടെ കാപ്പി കുറച്ച് ചോദിച്ചോ? ഒരു കുരു കിട്ടിയ ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, കാണിക്കാം. റോഡിന്റെ സൈഡിൽ തന്നെ ഉള്ളതാ. ഇതാണ് കാപ്പിക്കുരു. ഞാൻ കാപ്പിക്കുരു കണ്ടില്ല, ഞാൻ കാപ്പിക്കുരു കാണിച്ചില്ല എന്ന് പറയുന്നത്. ഇതിന് ധാരാളം ഉണ്ട്. അതുമലൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ വിളവെടുപ്പ് നടക്കുന്നുണ്ടാവും കേട്ടോ. നല്ല അത്യാവശ്യം എല്ലാ മരത്തിലും നല്ല കായ് ഉണ്ട് ഇവിടെ. പക്ഷെ ഈ കുരുവിനൊക്കെ എന്താ തണുപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഇലയിലൊക്കെ നല്ല തണുപ്പാണ്. ഈ കുരുവിന് തന്നെ നല്ല തണുപ്പാണ്. ഉള്ളനടിയിൽ വെക്കുമ്പോ തന്നെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ആവുന്നുണ്ട്. അതാണ് അപ്പൊ കാപ്പിക്കുരു. കാപ്പിക്കുരു പിന്നെ ഞാനൊന്ന് കടിച്ചാലോ? വേറെന്തൊരു ചോയ. കാപ്പിനെയാണ് മൂത്തിട്ടില്ലല്ലോ. അപ്പൊ തേക്കിന്റെ തോട്ടമാണ് ഈ കാണുന്നത്. തേക്കിൻ തോട്ടം അടിപൊളിയില്ലേ. ഇരുവശങ്ങളിലും നല്ല തേക്കാണ്. തേക്കിന്റെ നടുവിലൂടെയാണ് ഇപ്പൊ എന്റെ സഞ്ചാരം. തേക്കിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. തേക്കിന്റെ നാട്ടിൽ നിന്നും അടുത്തൊരു തേക്കിന്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകതമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. മരുമംഗൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത്, ഏർക്കാട്. ഇത് ഇവിടുത്തെ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന ഇങ്ങനെയാണ് കേട്ടോ. അതായത് അങ്ങനത്തെ ഒരു, ഞങ്ങളുടെ ഈ വണ്ടിയുടെ നായ്ക്കുറുക്ക എന്ന് പറയാം. അതായത് മഹേന്ദ്രന്റെ ഈ വണ്ടിയുടെ നായ്ക്കുറുക്ക എന്ന് പറയാം. അതൊരു പിക്കപ്പ്, നമുക്കൊരു പിക്കപ്പ് എന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നായ്ക്കുറുക്കനിൽ ഇങ്ങനെ ആളുകൾ കയറിയിട്ട് പോവാം. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ നമ്മൾ കല്യാണത്തിന് പോയില്ലേ, നമ്മള് ബദൽ പോവല്ലോ. അതായത് പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെക്കന്റെ വീട്ടിലേക്ക്, ചെക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുമല്ലോ. അതിനെ ഞങ്ങള് പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെക്കന്റെ വീട്ടിലേക്ക് പോകുന്നതിന് ബദൽ പോവാന്ന് പറയും. അപ്പൊ അങ്ങനെ പോകുന്നത് ഇവരിതുപോലത്തെ ഒരു പിക്കപ്പിലാണ്. അവരെല്ലാരും പാടെ ഒരു പിക്കപ്പ് വിളിച്ചിട്ട്, ഒന്നല്ല 2 പിക്കപ്പ് ഉണ്ടായിരുന്നു. 2 പിക്കപ്പ് വിളിച്ചിട്ട് ആ പിക്കപ്പിലാണ് അവർ പോകുന്നത്. അത് ഏർക്കാട് തേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലായിട്ട് തേക്ക് റൂട്ട് അതിമനോഹരം. നമ്മൾ വരേണ്ട സ്ഥലം തന്നെ കേട്ടോ മക്കളെ. മിസ് ചെയ്യേണ്ട. പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഏർക്കാട് ഒന്ന് കയറിക്കോളി. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ കുറേ കയറി പോന്നു. പോരാന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കില്ലാത്ത കയറി. ഇപ്പോൾ 8:20 ആയിട്ടോ. ഒന്ന് നിർത്തിയതാണ്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കരുത്, ചായൻ്റെ ഉള്ളേ. അപ്പോൾ ഇത് ഫ്ലാസ്ക് ഇവിടെ കാണുന്നോടെ തന്നെ വെക്കണം, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും ഇതിൻ്റെ കളർ കാണുമ്പോഴേ. ഒരു കാപ്പിത്തോട്ടം, ഇതൊക്കെ കാപ്പിക്കുരുവാണ് കണ്ടാ. കംപ്ലീറ്റ് ആയിട്ട് സാധനം ഫുൾ നല്ല വിള ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അവിടെയൊക്കെ കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ സാധനം. പിന്നെ വലിയൊരു പാറ ഉണ്ടോ. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ നല്ല ഹൈറ്റാണ്, നല്ല പടുക്കൂറ്റ മരങ്ങളാണ്. മെയിനായിട്ട് ഇതിൽ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയുടെ പോട്ടെ. ഇവിടെ പിന്നെ ചക്ക ഉണ്ട് കേട്ടോ. ചക്ക നല്ല രീതിയിൽ ചക്ക ഉണ്ട്. ചക്കയും കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ, ഞാൻ ഇത്തരം കാഴ്ചകൾ കണ്ടത് മിസോറാമിൽ ആ ഒരു ഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ അരുണാചലിലും ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു രീതിയിലുള്ളൊരു കാഴ്ചയാണ്. താഴത്തേക്കൊക്കെ നല്ല കുണ്ടാട്ടോ, പോയ മരുന്ന്. അവിടേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു മലൻ്റെ മേലേക്ക് ഇവിടെ ഉണ്ട്, ബിൽഡിങ്ങുകൾ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഞാൻ ഈ വഴിയാണ് വന്നത്, ഒരു ചെറിയൊരു വഴിയാണ് അങ്ങനെ പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി കാപ്പി തന്നെ കേട്ടോ മക്കളെ. ഫുള്ളായിട്ട് കാപ്പിയാണ്. ഇത് കാപ്പിത്തോട്ടമാണ്. ഇനിയിപ്പോൾ തോട്ടത്തിൻ്റെ അടുത്തൊന്നും ഇറങ്ങിയില്ലെന്ന് പറയണ്ട. മനോഹരമാണ്. വരാം, നമുക്ക് വരാം. നമ്മൾ ഇവിടേക്കായിട്ട് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഏർക്കാട്ടിക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ പോരുന്ന വഴിക്ക് എന്തൊക്കെ കാണാണ്ട് അതൊക്കെ എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഏർക്കാട് വന്നിട്ട് പിന്നെ നമ്മൾക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നോക്കാം. അങ്ങനൊക്കെ പറ്റുമല്ലോ. തണുക്കുണ്ട്. തെർമലിടേണ്ടി വരുമോ? ആരോ റോക്കറ്റ് ഇട്ട് കളിച്ചു കേട്ടോ. ഓ മൈ ഗോഡ്, റോക്കറ്റ് വിട്ടാരോ. പിന്നെ ഇവിടെ ഉണ്ടോ ചക്ക. ഇത് നൊങ്കിൻ്റെ വേസ്റ്റ്, ചക്ക വേസ്റ്റ്. ആനൻ്റെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടെ നിന്നൊരു കാഴ്ചയുണ്ട്. എങ്ങനെയുണ്ട്?
വ്യൂ പോയിന്റിനെ കുറിച്ച് അഭിപ്രായം പറയൂട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സാഹസികതയിലാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. കറണ്ട് വിളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. കറണ്ടാണ് ഈ പോകുന്നത്. ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ തണുപ്പ് ചെയ്തിട്ട് മക്കളെ കുളിര്. അപ്പോൾ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ട്, അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ട്. പിന്നെ മേലത്തെ എന്താണ് വില്ലേജ് ആണെന്തോ അറിയില്ല, എന്തായാലും അവിടെ ഉണ്ട് സെറ്റിൽമെൻറ്റ് കേട്ടോ. ഇതിനകത്തേക്കൊക്കെ ഇപ്പോൾ വഴി ഉണ്ടാവോ? അവിടേക്കാണ്. അപ്പോൾ ഈ വഴി പോകുന്നത്, ഈ വഴി ഇങ്ങനെ പോയി അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടേക്കൊക്കെ ഉണ്ടാവും. ഓരോരൊക്കെ ലൈഫ് എന്തേക്കാരം. ഒരു നിൽക്കണമൊക്കെ ഓരോ ചുറ്റിനും കാടാണ്, അതിൻ്റെ നടുക്കാണ് അവരുടെ ലൈഫ്, ജീവിതം എന്ന് പറയുന്നത്. എന്ത് ആസ്വാദകരമായിരിക്കും അല്ലേ. നമ്മൾ ഈ സിറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് പടക്കം പൊട്ടിച്ച് പടക്കാണാവോ തോക്കാണാവോ എന്തോ ഒന്ന് പൊട്ടിക്കണാവാത്ത്. എൻ്റെ പടച്ചവനെ, ഇത് എന്തൊരു തൊന്തരവാ. ഓഹോ ഇനി അങ്ങോട്ട് കയറി പോണത് നമ്മൾ മേലേക്കാണല്ലേ കയറി പോകുന്നത്. അതിലെങ്ങനെ വണ്ടികൾ പോകണ്ട റോഡാണത്. ഓ മൈ ഗോഡ്, കൊള്ളാട്ടോ. ഈ കുന്നുകളൊക്കെ പറയുന്ന കേക്കൻഘട്ടത്തിലെ സെൻവരയൻ കുന്നുകൾ എന്നാണ് കേട്ടോ. സെൻവരയൻ കുന്നുകളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ കയറി പോരുന്നത്, നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നതൊക്കെ സെൻവരയൻ കുന്നുകളാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് ഏർക്കാട് ടൗണിലേക്ക് നമ്മൾ എത്തുന്നതാണ്. നമ്മൾ പോയി നോക്കാം സെൻവരയൻ കുന്നിൽ നിന്നും കുന്നിൻ്റെ അപ്പുറത്തേക്ക്. ചിലയിടങ്ങളിൽ റോഡിന് തീരെ വീതി ഇല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോണൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ പാസ്സായി പോകാൻ. പക്ഷേങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ട്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ പരസ്പരം സഹകരിച്ചിട്ടാവും അവർ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കണ്ട ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ മതിൽ കെട്ടിയിട്ടും നെറ്റ് ഇട്ടിട്ടൊക്കെ അവരെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ മേലേക്ക് എത്തി. ഇനി വലിയ ദൂരമൊന്നും നമ്മൾക്ക് ഏർക്കാട്ടിലേക്ക് ഇല്ല കേട്ടോ. ആകെ 3 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ഈ സ്ഥലത്തിന്റെ പേരിവിടെ ബോർഡിലുണ്ട്. എന്താണ്? സൊൻഗാണ്ടുവിലാണ് പോലെ. മൗണ്ട് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ശിലയൊക്കെ അവിടെ കാണുന്നുണ്ട്. മാതാവാണല്ലേ. ഇനി സേലത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളിവിടെ ടൗൺ എത്തിയിട്ടില്ല കേട്ടോ. ഇവരുടെ പ്രധാന ടൗണിലേക്ക് നമ്മൾ എത്തണുള്ളൂ. അതായത് ഏർക്കാടിന്റെ പ്രധാന ടൗൺ അതാണ് ഈ കാണുന്നത്. ഇനി വരുന്നതാണ് ഏർക്കാടിന്റെ പ്രധാന ടൗൺ. ഇതൊക്കെ ഇവരുടെ പാസഞ്ചേഴ്സ് ആണ്, അല്ലാതെ ഗുഡ്സ് അല്ല. അതൊന്ന് ഏട്ടന് ഇറക്കം ഓട്ടോറിക്ഷ ഉണ്ടേ. നമ്മളെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ കിടക്കണം. ഓട്ടോക്കാറ് ഏർക്കാട് ടൗൺ പാറുടാ, ഇത് ഏർക്കാട് ടൗൺടാ, ഏർക്കാട് ടൗണിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ പതിയെ താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇനിയാണ് നമ്മൾക്ക് കാണാൻ വ്യൂ പോയിന്റുകൾ ഉള്ളത് കേട്ടോ. പോണ റൂട്ടിലുള്ള വ്യൂ പോയിന്റുകൾ. ഇവിടെ തണുപ്പിനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വിലയാണെന്നാണ് കേട്ടത്. ഞാനിവിടുന്ന് ഒന്നും കഴിക്കുകയോ ഒന്നും കാട്ടിയില്ല. കാരണം ഇവിടെ എല്ലാം എനിക്ക് വേണ്ടതാണ്. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഒക്കെയാണത്. ബസ് ഉണ്ട് കേട്ടോ, ബസ്സിന് വരാം കേട്ടോ. ആർക്കും വേണമെങ്കിലും സേലത്തിനുണ്ട് ബസ് ഉണ്ട്. ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന ഓട്ടോ എന്ന് പറയുന്നത് എന്താ പെട്രോളാണ്. പെട്രോൾ വണ്ടികളാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഡീസലല്ല. നമ്മളത് ഡീസലാണ്, നമ്മളത് പെട്രോൾ അല്ല. ഇതാണ് ഏർക്കാട് തടാകം എന്ന് പറയുന്നത് കേട്ടോ. ഏർക്കാട് തടാകം ഇനി കണ്ടില്ല എന്ന് പറയണ്ട. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ എന്തോ ഒരു കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ടീമുണ്ട്. പക്ഷേങ്കിൽ അവിടെ കുട്ടികൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല. അത് നമുക്ക് വീഡിയോയിൽ കാട്ടുന്നതിൽ ബുദ്ധിമുട്ടാണ്. ഒരു പച്ച കളർ വെള്ളമാണ്, വലിയ ക്ലിയർ വെള്ളമൊന്നുമല്ല. ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട്. അവിടേക്കൊക്കെ പോയാൽ ബോട്ടിങ് ചെയ്യാം. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു എന്താ പറയുക പൂന്തോട്ടമൊക്കെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ പോലെയുള്ള ഒരു ചെറിയൊരു കാലാവസ്ഥ തന്നെയാണ്. അത്ര കണ്ടില്ലെങ്കിലും പക്ഷേങ്കിൽ തണുത്ത കാറ്റുണ്ട്, തണുപ്പുണ്ട്. ഇപ്പോഴൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഒരു വെയിലൊന്നും നോക്കണ്ട. ഇപ്പൊ സമയം 10 മണി ആവാനായി. വെയിലൊന്നും നോക്കണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. നമ്മൾ അതിലാണ് ഇറങ്ങി വരുന്നത്. നമ്മളിനി ഇറങ്ങി പോകുന്നത് ഇതിലെയാണ്. ആ താഴത്തേക്കൊക്കെ ഉണ്ടോ, അവിടെ ഒരു കോറിയൊക്കെ കാണാൻ നമുക്ക്. പിന്നെ സേലം സിറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സേലം താഴത്താണ്, അത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളിതിലൊക്കെ വഴി കാണാം, ഒക്കെ കാണാം. ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇതുവഴി കയറണം. ഞാൻ ഇറങ്ങിയത് പോലെ ഇറങ്ങിയത്, ഇതിൽ കയറിയിട്ട് അതിലിറങ്ങണം. ഓക്കെ. നല്ല മനോഹരം, നല്ല കളിച്ച്. ഞാൻ തിരിച്ചിട്ടതാണ്, അവിടെ വണ്ടി വെച്ച കയറ്റുന്നുണ്ട്, അങ്ങോട്ടേക്ക് തിരിച്ചിട്ടതാണ്. ഏതാണ്ട് 20ഓളം എയർപിൻ ബണ്ടുകളാണ് ഈ ഒരു ചുരത്തിനുള്ളത്. അതുള്ളതൊന്നും ചെറുതല്ല കേട്ടോ, ഇതൊന്നും ചെറുതാണ്. ഇതുപോലത്തെ ടൈറ്റ് ആണ്. ഒക്കെ നല്ല എയർപിൻ ബണ്ടാണ്.
അടിപൊളിയാണ്, ശ്രദ്ധിക്കണതിലാണല്ലോ. ഓക്കെ, കണ്ടോ ഇതിന്റെ മേലെന്നുള്ള ഒരു വ്യൂ ഉണ്ടോ? അതാണ് സേലം സിറ്റി കേട്ടോ. സേലം സിറ്റിയാണ് ആ ഭാഗത്ത് കാണുന്ന ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ. ഇവിടുന്ന് നോക്കുമ്പോ ഒരു കടല്, അത്ര തന്നെ. ഓ ഭയങ്കര വ്യൂ കേട്ടോ മക്കളെ, മിസ് ചെയ്യണ്ട ഒന്നുകൊണ്ട് ഒരു ദിവസം. ഓക്കെ. ഓ മക്കളെ, ഇതാണ് ആ പർവ്വതം. താഴത്തേക്കെത്താനായിട്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഞാൻ ഈ സൈഡ് കിട്ടതാണ്, വളവാണ്, പോട്ടെ. എന്നാലും വെറുതെ നിങ്ങൾക്കൊരു 10 സെക്കൻഡെങ്കിലും കാണിച്ചു തരാം. റിട്ടേണിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അപ്പൊ അതും കഴിഞ്ഞു നമ്മളങ്ങനെ താഴത്തേക്ക്. അപ്പൊ ഏതാണ്ട് ഇപ്പൊ നമ്മളെത്താനായി, സേലത്തേക്ക് എത്താനായി. പക്ഷേ നമ്മള് സേലത്തേക്കല്ല, നമ്മള് തിരുവണ്ണാമലയ്ക്കാണ് പോകുന്നത്. തിരുവണ്ണാമല താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 150 കിലോമീറ്ററോളം നമ്മൾക്ക് എന്തായാലും ഓടിയാൽ പറ്റൂ. 150 കിലോമീറ്റർ ഓടിയാലാണ് നമ്മൾ തിരുവണ്ണാമലയ്ക്ക് എത്തുക. തിരുവണ്ണാമലയ്ക്കല്ല നമ്മൾ പോകുന്നത്, നമ്മൾ അവിടെ വേറെ സ്ഥലത്തേക്കാണ്. അതിന് മുമ്പ് പോയിട്ടുണ്ട്, എന്നാൽ ഇപ്രാവശ്യം കൂടി പോകാനൊരു ആഗ്രഹം, അങ്ങനെ പോവാണ്. ഒന്നും നോക്കിയില്ല, ഒരു 3 ദോശ കയറ്റിയിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോ ഉച്ചമുക്കാലിനും ഒന്നും മാണ്ടയ്ക്ക്, ഉച്ചമുക്കാല് വരെ എനിക്ക് വെള്ളം കിട്ടണം. വെള്ളം എന്റെ വണ്ടിയിൽ കുടിവെള്ളം കുടിക്കാനുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ കുക്ക് ചെയ്യണമെങ്കിലൊക്കെ വെള്ളം കിട്ടണം. ഇവിടെ നിന്ന് തിരുച്ചിയിലേക്ക് പോവാണെങ്കിലേ 142 കിലോമീറ്റർ കേട്ടോ. തിരുച്ചി മാവട്ടം, നമ്മൾ തിരുച്ചി മാവട്ടമല്ല, നമ്മൾ ചെന്നൈ മാവട്ടം. ഏതാണ്ട് ഈ റൂട്ടിലൂടെ എനിക്ക് 50ഓളം കിലോമീറ്റർ പോവാനുണ്ട്. ഈ റോഡ് നമ്മൾ കിടന്നിറങ്ങിയില്ലേ, ചർച്ച്, ആ ചർച്ച് ഈ റോഡിലാട്ടോ. ആ റോഡ് തന്നെയാണ് ഈ റോഡ് എന്ന് പറയുന്നത്. எதுக்கு சார்? நான் கிளம்பிக்கிட்டு இருக்கோம். செக்கிங் பண்ணிக்க சார். சார் வீடியோ ரெக்கார்ட் பண்ணிக்கிட்டு இருக்கோம் சார். ஏய் சார், என்ன போறான்? நான் கேரளா சார், டூரிஸ்ட் சார். வெயிட் பண்ணு, என்ன ரெக்கார்டு? வீடியோ யூடியூபர் சார். ஓகே வெயிட் பண்ணு, அங்க சொன்னாங்கப்பா, கோச்சுக்காதப்பா. கவலை அடிக்கிறீங்க? அன்பை தட்டு அடிக்கிறதுன்னு இப்படி அன்பா தட்டுறதா? அது என்னப்ப எடுத்து என்ன பண்ண போறேன், நான் என்ன பண்ண போய் சொல்லிப்பேன் சார். டீசெண்டா சார் நான் பேசுறேன். ஓகே 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 போலாமா? வராரு, நான் இல்ல. யாரு அங்க வராரு? எதுக்கு? செக் பண்றாராம்பா, எனக்கு இல்லப்பா. அப்படியா? அதுக்குதான் நிக்க சொன்னா. அங்கே போடலாம் சார். இங்கே நிறுத்து. இங்கயா? அதுக்கே நிறுத்து, வராலாம். ചെങ്ങന്മാരെ, ഇപ്പോ നടന്ന സംഭവം ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. ആ ഒരു ചെക്ക് പോസ്റ്റ് നല്ല ഒരു വണ്ടി ചെക്ക് ചെയ്യണ സ്ഥലമാണ്. അയാൾ എന്നെ അടിച്ചേ, അയാൾ ആദ്യന്റെ തോളിലൊരു അടി അടിച്ചു. അയാൾ ആദ്യം ഇത് മാന്തി പൊളിച്ചാൽ നോക്കി നമ്മളെ കർട്ടൻ. ആ സംഭവിച്ചേ എന്നോട് നിർത്താൻ വേണ്ടിട്ട് പറഞ്ഞു. ഞാൻ സൈഡ് ആക്കുകയാണ്. അപ്പൊ അയാള് ആ കർട്ടൻ അങ്ങനെ വലിച്ചു. അതിന്റെ ലോക്ക് പോയി കഴിഞ്ഞാൽ പോയില്ല. സാർ വലിക്കല്ലേ എന്ന് പറഞ്ഞ തമിഴിലാണ്, സാർ വലിക്കാതിങ്ക. അതിൽ ഇയാള് എന്താണ് സത്യം ഉറക്കം സംസാരിക്കണം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെ അടി അടിച്ചു. പോട്ടെ, ഇവിടുത്തെ അടിയൊക്കെ നമുക്ക് ക്ഷമിച്ചാവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇയാളാണ് സാർ അടിക്കக்கூടാതെ ഞാൻ പറഞ്ഞു. അതിൽ പിന്നെ ഇയാള് ചിറിക്കട അടിച്ചപ്പോഴാണ് പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. ക്യാമറ ഓൺ ആക്കിയപ്പോ പിന്നെ അളിയന് മനസ്സിലായത് റെക്കോർഡിംഗ് ആണ്, അതാണ് ചാനലെന്നൊക്കെ. അതിൽ പിന്നെ മൂപ്പര് സോറി പറച്ചിലായി, അത് പറച്ചിൽ ഇത് പറച്ചില്. എന്താ പറയാ, ഒരുപാട് നേരം ഇന്നവിടെ ചെക്ക് പോസ്റ്റ് ഇന്നവിടെ പോലെ ചെക്ക് ചെയ്ത് കൊടുത്ത് കൊണ്ട് നിർത്തി സംസാരിച്ചുട്ടോ കുറെ നേരം. അവര് ഹൈവേ അവരുടെ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ. ഇത് അവർക്ക് തന്ന ബ്രെഡാണ്. ഇതവർക്ക് തന്ന ബ്രെഡ്. എന്നെ കൊണ്ടുപോയി ഇരുത്തി ഈ വീഡിയോ ഉണ്ടോ? 2 മൊയന്ത് പോലീസുകാര് ഉള്ള കാര്യം പറയാലോ. ഓർക്ക് നമ്മളെ ക്യാമറ വെക്കാനും പറ്റ, ഫോൺ വെക്കാനും പറ്റ, ഒക്കെ നമ്മളെ കാട്ടി കൊടുക്കണം. ഞാൻ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞ് പോന്നൊക്കെയാണ്. ഡിലീറ്റ് ആക്കിയാൽ ഈ തെളിവ് ഇന്ത്യകമാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടില്ലേ ആ സാധനം. ഓല് പറയുന്നത് വല്ല ആൻസോ കഞ്ചാവോ കള്ളക്കടത്ത് നടത്തുകയാണെന്ന് ആര് കണ്ടു എന്നൊക്കെയാണ് ഓല് പറയുന്നത്. ഞാൻ പറഞ്ഞു വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഇയാൾ പിന്നെ ലാസ്റ്റിക്ക് എന്നെ കൊണ്ടുപോയി വെള്ളം തരുന്നു, ചായ തരുന്നു, ബ്രെഡ് തരുന്നു, എന്തൊക്കെയാ ഭയങ്കര സ്നേഹം. പിന്നെ ഇതുപോലത്തെ ഒരു അനുഭവം തമിഴ്നാട്ടിൽ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നല്ല, എനിക്ക് യാത്രയിൽ തന്നെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇത്രയും മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അത് ഒരു സേലം ജില്ലയിൽ വെച്ച്, സേലത്തിൽ നിന്ന് തിരുവണ്ണാമലയിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ടിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. എന്താ ഇത് കാട്ടുന്നത്?
ഇപ്പല നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളോട് വരെ ഇങ്ങനെയാണോ പെരുമാറുന്നത് പോലീസുകാർ? ചെറിക്കടിച്ചാണ്ട് എന്ത് മര്യാദയിൽ സംസാരിച്ചൂടെ അവർക്കൊക്കെ? അതൊരു ചെയ്തില്ല. അപ്പൊ ഈ വീഡിയോ ഞാൻ അവരോട് ഡിലീറ്റ് ആക്കുമെന്ന് പറഞ്ഞതാണ്. ഞാൻ ഡിലീറ്റ് ആക്കൂല, ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഈ ഒരു വീഡിയോ. അത് നിങ്ങൾ കാണണം. ചെങ്ങൈമാരെ ആ സീനൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ആള് വിളിക്കണ്ട്. അതെന്തിനാണോ? ഇത് പോലീസ് സ്റ്റേഷനാ? സ്റ്റേഷനാണോ? ഏതായാലും അവിടെ പോയി അവിടെ കേരള 552970. கேரளா இருந்து இப்போ ஒரு சேலத்துல இருந்து பருவதமலை போறீங்களா? பருவதமலை போறேன். அங்கிருந்து போலாமா? அங்க இருந்து இங்கிருந்து போலாமா? அவ்வளவு தொலைவு ஆட்டோல? சார் கேரளா இருந்து இது வரை வந்துருச்சுல. விஷ்ணுராஜ். விஷ்ணுராஜா? 8311. போலாமா? எங்க சார் கடைக்கு போயிட்டாரு? ലൈസൻസ് എടുത്തിട്ടാണ്. ലൈസൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണാവാം. എന്തായാലും സേഫ്റ്റിക്ക് ഒരു വീഡിയോ കൂടി എടുത്ത് വെക്കാല്ലേ. ஏன்னா எடுத்துட்டு எனக்கு சுத்தினா இருப்பாரு. எவ்வளவு இருந்தாலும் வாங்குவாங்க. அண்டர்கிரவுண்ட் அங்க போடுவேன் சார். ஆமா, அறுபது கடை. அங்கிருந்து லாங் போகக்கூடாது. புரிதலை உங்களுக்கு கிலோமீட்டர் எழுதி அவ்வளவுதான் இருக்கு. கிலோமீட்டர் இத்தனை கிலோமீட்டர் தான் ஓட்டணும், 35 கிலோமீட்டர் தான் ஓட்டணும்னு இருக்கு வண்டி. புரியுதா? கேரளாவில இருந்து இங்க எடுத்து பாருங்களேன் எப்படி இருக்கு. 35 கிலோமீட்டர். இந்த டாக்ஸி இல்ல சார், பிரைவேட் பர்சனல் சார். பாருங்க, டாக்ஸி ஆட்டோ யூனிஃபார்ம் எதுக்கு சார்? அது பிரைவேட் சார், பிரைவேட் வண்டி சார். டாக்ஸி வண்டிக்கு தான் சார் யூனிஃபார்ம். பிரைவேட் வண்டி நாங்க காஷ்மீர் வரைக்கும் போயிருக்கேன் எங்க ஊர்ல இருந்து. இதை பாருங்க சார், பர்சனல் அப்படின்னு போட்டுருவோம் ஆர்சியில. நான் இந்த வண்டியாட்டு ஆல் இந்தியா ட்ரிப் பண்ணியிருக்கோம் சார். டாக்ஸி வண்டியானா 35 கிலோமீட்டர் உள்ளுக்கு தான் வர முடியும். இந்த பிரைவேட் பர்சனல் தானே? பர்சனல் சார். தேங்க்யூ சார். என்ன சார் நீங்க ஒரு 50 ரூபா? சரி வரட்டா. ലാസ്റ്റ് ഓനിൻ്റെ ഒക്കെ 50 റുപ്യ കൈക്കൂലി വാങ്ങിട്ടോ. ഞാന് ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോ ഓൻ്റെ ഒക്കെ 50 റുപ്യ കൈക്കൂലി വാങ്ങി. അയാളെ ഫോട്ടോ ഞാൻ ഇതിൽ വെക്കാട്ടോ. തമിഴ്നാട് പോലീസാണത്, കണ്ടോളി. ഞാൻ പോരാണ്. ഇതിന്റെ അടുത്ത് എല്ലാ പേപ്പർ ക്ലിയർ ആണ്, എല്ലാം ഓക്കെയാണ്. അപ്പൊ 30 രൂപയ്ക്കാണ് ഈ വണ്ടിയും കൊണ്ട് ബോർഡറിന് 35 കിലോമീറ്റർ അങ്ങനെ ഉണ്ട് കേട്ടോ. ടാക്സി ഓട്ടോറിക്ഷയും കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട് ബോർഡറിൽ 35 കിലോമീറ്ററിനുള്ളിൽ വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ഒന്നും ആരും പോക്കില്ല. അഥവാ എന്തെങ്കിലും കാരണത്താൽ പോകേണ്ടി വരുന്നവരുണ്ടെങ്കിൽ പോക്കുണ്ട്. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ വൈക്കടവ് നിന്നൊക്കെ കയറാറുണ്ട്. പക്ഷെങ്കിൽ അവിടെ പിടിച്ചിടാറാണ് പോലീസുകാർ വണ്ടി. അതുപോട്ടെ, ഞാൻ ആ വിഷയമല്ല ഈ വിഷയം. എന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞ് പോരുമ്പോ ഇയാള് എന്തേലൊക്കെ കൊണ്ടാ പൈസ. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു, ഒന്നുമില്ല പറഞ്ഞു. അതിനോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലൊക്കെ കെഞ്ചി. അതിൽ ഞാനൊരു 20 റുപ്യ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. 20 റുപ്യക്കൊക്കെ എന്താ കിട്ടുക വെച്ചിനോട്. അത് ഞാൻ പറഞ്ഞു
20 അല്ലാതെ പിന്നെ എന്റെ പേഴ്സിൽ മൂപ്പര് പൈസ ഉണ്ടാവും. മൂപ്പർക്ക് അറിയാം, കാരണം എന്റെ പേഴ്സ് കണ്ടോണ്ട് അറിയാം. ഞാൻ മൂപ്പരെ മുന്നിലാണല്ലോ നിൽക്കണേ. അപ്പൊ മൂപ്പരിക്കാൻ പിന്നെ അടുത്ത ഞാൻ നിൽക്കണ 50 റുപ്യാണ്. 50 റുപ്യ മതിയാറ് ഇതാക്കണേ. ഈ കോമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചെക്ക് പോസ്റ്റ് കേട്ടോ, കോമ്പൂർ. ഇതൊക്കെയാണ് കണ്ടോളേ. നമ്മളിങ്ങനെ യാത്ര പോവാന്ന് പറഞ്ഞ സുഖമുള്ള സംഭവമാണ്. പക്ഷേങ്കിൽ ഇതിനിടയിൽ വരുന്ന ഇതുപോലത്തെ ആൾക്കാരുണ്ടല്ലോ, ഇതുപോലത്തെ കാട്ടങ്ങള് ഇനിയും ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ എല്ലാ പ്രാവശ്യം യാത്രയില് ഞാൻ ഇതൊന്നും കാണിക്കാറില്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. പൈസന്റെ കേസിൽ അടിയൊന്നും കിട്ടിയില്ല ഇതുവരെ. അടി ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ ഈ പൈസന്റെ കേസൊക്കെ എനിക്ക് വരാറുണ്ട്. ഞാൻ അതൊന്നും കാണിക്കാറില്ല. കാണിക്കാത്ത വേറെ ഒന്നല്ല, ഒരു വലിയ വിഷയമൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട്, അവര് ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ കാണിക്കാറില്ല. ഇനിയിപ്പോ ഈ വീഡിയോന്റെ തമ്മിൽ കണ്ടാൽ തന്നെ എന്റെ വീട്ടുകാർ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണും. അവരിപ്പോ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ അവര് എനിക്ക് വിളിക്കും, പിന്നെ അവർക്ക് പേടിയായി. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് തോന്നുന്നു. പക്ഷെ ഇനി അങ്ങനല്ല, ഇത് കാണിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ അത് കാണിക്കേണ്ടതാണ്. പിന്നെ ഈ പോലീസുകാരന്റെ പേര് ഞാൻ പറയാൻ മറന്നു, വേണ്ടിയപ്പൻ എന്നാണ്. അതായത് ഇപ്പൊ ഈ ചെക്ക് പോസ്റ്റിൽ ഇപ്പൊ കൈക്കൂലി വാങ്ങിയ പോലീസുകാരൻ. മറ്റാളുടെ പേര് എനിക്കറിയില്ല. വേണ്ടിയപ്പൻ കേട്ടോ. ഒരു തിരക്കുമില്ലാത്ത റോഡ്, NH 179A. എന്താ പറയാ, ഒരു തിരക്കുമില്ല, ആരുമില്ല, ഞാൻ മാത്രം. ഞാൻ അപ്പുറത്ത് കൂടെ ആക്കണപ്പോ 2 ലോറി വരുന്നത്. എന്റെ സൈഡിൽ പോവാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ബൈക്കിന് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ അതിൽ നമ്മൾ പോരാ. അപ്പൊ നമുക്ക് വേണ്ടിട്ട് അവർ തുറന്നു തരുന്നതാണ്. ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ഓപ്പൺ. ഇതൊന്ന് കട്ട് ചെയ്ത് പോകാണ്ട് വല്ല പോക്കടോ. കേട്ടെ. ഞാനേ വിശക്കൂലെന്ന് കരുതിയതാണ്. ഇപ്പോൾ സമയം ഒരു 1:25 അപ്പോൾ വിശപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി മാത്രം ഉണ്ടാക്കുന്നത്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞി മാത്രം ആക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അച്ചാർ എന്തെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ ഡോർ അടഞ്ഞോ, ഡോറ് തുറന്നിട്ടിരുന്നു. അത്യാവശ്യം നല്ല ചൂട്. നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ റണ്ണിങ്ങിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ ഭക്ഷണം വെക്കുന്നത് അതുപോലത്തെ ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലാണ്. നല്ലൊരു പുളിമരമാണ്, നല്ല തണലേകുന്നൊരു മരമാണ്, വലിയ മരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു കോവിലുണ്ട്. അതിൻ്റെ മുന്നിലായിട്ടൊരു ശൂലം, വള, നാരങ്ങ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഞ്ഞി റെഡിയാണ്. കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയിലാണ്. അത് ചൂടാ ഇവിടെ ഇറക്കിയിട്ടുള്ളൂ. അല്ല, ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ. അരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ടൗണ് നേരെ പോകണം. നേരെ പോയാൽ അരൂർ എന്ന് പറയുന്ന ടൗണൊക്കെ കാണാൻ പറ്റില്ല. നമ്മൾ ടൗണൊക്കെ പോവാതെ പുറത്തു കൂടെ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ധർമ്മപുരിയിലേക്ക് 43 കിലോമീറ്റർ, തിരുപ്പത്തൂർ 55, വെള്ളൂർ 43. മറ്റേ ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പൊ വന്നെത്തിയത് വലിയൊരു ഗ്രാമത്തിലാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടെങ്കിൽ കളർഫുൾ ആയിരിക്കും. ചെറിയ വീടാണെങ്കിൽ പെയിന്റ് ഇവർ അടിക്കും. അത് വെള്ളമാവില്ല, ഏതെങ്കിലും ഒരു കളറാവും അടിക്കും. ഇതൊക്കെ കണ്ടേ എത്രമാത്രം ചെറിയ ചെറിയ വീടുകളാണ്. ഹൈറ്റില്ലല്ലോ ഇവരുടെ വീടുകളൊന്നും അല്ലേ. തമിഴ്നാടും കർണാടകയൊക്കെ അങ്ങനെ തന്നെ, ഹൈറ്റ് ഉണ്ടാവില്ല ഇവരുടെ വീടുകൾ. മുന്നിൽ നിൽക്കുകയാണെങ്കിൽ മാറാതെ. ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് 56 കിലോമീറ്റർ. ഇപ്പോൾ സമയം 3:10. വണ്ടിയിൽ എണ്ണ കുറവാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് കിട്ടണം, വണ്ടിക്ക് തന്നെ അടിക്കാം. പെട്രോൾ പമ്പ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലുണ്ട്, അത് വയ്ക്കാം. ചെങ്ങൈമാരെ ഈ ഒരു ടൗണിൽ നിന്നും നേരെ പോയി കഴിഞ്ഞാൽ തിരുവണ്ണാമലയാണ്. പക്ഷേ എങ്കിൽ ഞാൻ നേരെ അല്ല പോകുന്നത്. ഞാൻ ഇവിടുന്ന് അടുത്തേക്ക് തിരിയും. ഈ വേലൂർ നഗർ ബോർഡ് ഒക്കെ അടുത്തേക്കാണ്. ഞാൻ ഇവിടുന്ന് അടുത്തേക്ക് തിരിയുകയാണ്. പറയുമ്പോൾ നമ്മൾ തിരുവണ്ണാമല തിരുവണ്ണാമല തന്നെയായിരുന്നു നമ്മളുടെ ലക്ഷ്യം. പക്ഷേ തിരുവണ്ണാമലയിൽ നമ്മൾ വേറൊരു ഏരിയക്കാണ് പോകുന്നത്. ചെങ്ങൈമാരെ സമയം ഒരുപാടായി. അങ്ങ് ദൂരെ ഒരു മല കണ്ടങ്ങള്, ആ മലയുടെ ചോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ചെങ്ങൈമാരപ്പം ഞാൻ തിരിയേണ്ട സ്ഥലം എത്തി കേട്ടോ. ഞാൻ ഇവിടെ തിരിയും. ഇവിടെ തിരിഞ്ഞ് ഇനി ഞാൻ ഉള്ളിലോട്ടാണ് എൻ്റെ യാത്ര. ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് തേൻ തിമ്മിക്കള്ളം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോ ഇവിടെ കയറി കഴിഞ്ഞാല് ഇവിടേക്ക് നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. നമുക്ക് ബസ്സിന് പോരാം. ബസ് ഉണ്ട്. ബസ് ഇവിടെ ഇറങ്ങേണ്ടി വരും. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും. ഓട്ടോയ്ക്കാണ് പിന്നെ ഞങ്ങൾക്ക് വരാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റുക. ഇത് 2 സൈഡിലും നല്ല മാവ് കൃഷി ചെയ്തിട്ടുണ്ടാവും.
ഈ മാവൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ മാവ് പൂത്തിട്ടുണ്ടോ, മാങ്ങ ഉണ്ടോ ഉണ്ട്. ഈ മാങ്ങയുടെ ടൈം അല്ലല്ലോ ഇപ്പോൾ, നല്ല മാവിൻ്റെ അല്ലെങ്കിൽ എന്താ പറയാ മാമ്പഴത്തോട്ടത്തിൽ കൂടെയാണ് നമ്മളിനി നമ്മുടെ സഞ്ചാരം. അധികമൊന്നുമില്ല, കുറച്ച് ദൂരത്തേക്കുള്ളൂ. ഞാനൊരു ചായ കുടിച്ച് പോയാണ്ട് എന്താ പറയുക, നാളെ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമ്മൾക്ക് 4500 അടി ഹൈറ്റിക്ക് നടന്ന് പോകണം, ഒരു മല കയറാണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 2.5 മണിക്കൂർ ടൈം എടുക്കും നമുക്ക് ആ ഒരു മല കയറി കംപ്ലീറ്റ് ആവാം. കംപ്ലീറ്റ് ആകാൻ ആ വൺ സൈഡ് 2 മണിക്കൂർ, റിട്ടേൺ 2 മണിക്കൂർ, റിട്ടേൺ പിന്നെ 2 മണിക്കൂറിന് കുറച്ച് താഴെ ആവുള്ളൂ. പിന്നെ ഇവിടുന്ന് ഏതാണ്ട് മലൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് റോഡ് കുറച്ചുണ്ട്, മലൻ്റെ അവിടെ വരെ റോഡുണ്ട്, അടിവാരം വരെ. അടിയിൽ നിന്ന് പിന്നെ മേലേക്ക് അങ്ങോട്ട് 7 കിലോമീറ്റർ, 14 കിലോമീറ്ററാണ് നാളത്തെ നമ്മുടെ ട്രക്കിങ്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ പ്രിപ്പയർ ആവണം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു പാർക്കിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു സത്യാവസ്ഥയാണ്. ഇവിടെ വണ്ടി വേണമെങ്കിൽ അവിടേക്കൊക്കെ നിർത്തട്ടോ. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ബാക്കി സംഭവങ്ങളൊക്കെ നാളെ കാണാം. മലകയറ്റവും നമ്മളുടെ ഗതപ്പൊക്കെ. ഓക്കെ.